വലിയ നോമ്പിൻ്റെ ഈ പുണ്യപ്പെട്ട ദിനത്തിൽ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. ഈ വേദഭാഗത്തിൽ നമ്മുടെ കർത്താവ് 7 അപ്പം കൊണ്ട് 4000 ആളുകളെ ഭക്ഷിപ്പിക്കുകയും 7 കുട്ട അപ്പം ശേഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ വേദഭാഗത്തിൽ ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ്. കർത്താവിൻ്റെ കൂടെ വിജനപ്രദേശത്ത് 3 ദിവസം ആയിരുന്ന ജനത്തെ പട്ടിണിയായി തിരിച്ചയക്കാൻ തൻ്റെ കരുണയ്ക്ക് സാധിക്കുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനത്തിൽ പറയുന്നു, ആദ്യമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇവയെല്ലാം അതോട് ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും സങ്കീർത്തനം 34:10 കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് നന്മയ്ക്ക് കുറവ് വരികയില്ല എന്നും ദൈവാത്മാവ് ഉറപ്പു നൽകുന്നു. ദൈവത്തെ കാണാനും അവൻ്റെ വചനത്തെ കേൾക്കാനും സമയം ചെലവഴിച്ച് തൻ്റെ ജനത്തിൻ്റെ ഭൗതികമായ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുമെന്നത് ദൈവത്തിൻ്റെ കരുണയുടെയും കരുതലിൻ്റെയും ഒരു സൂചന കൂടിയാണ്. രണ്ടാമതായി കാണാൻ സാധിക്കുന്നത് ശിഷ്യന്മാരുടെ അവിശ്വാസമാണ്. ഇവരെയെല്ലാം ഈ വിജനപ്രദേശത്ത് അപ്പം കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ ആർക്ക് എവിടെ നിന്ന് സാധ്യമാകും എന്നവരുടെ ചോദ്യം എത്രത്തോളം ദൈവം കരുതിയാലും എത്ര ദൈവപ്രവർത്തികളെ കണ്ടാലും ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കാത്ത നമ്മളാകുന്ന ദൈവജനത്തിൻ്റെ മനോഭാവമാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് എന്ന കർത്താവിൻ്റെ ചോദ്യമാണ്. നിങ്ങൾക്കുള്ളതിനെ സമർപ്പിക്കാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് നമ്മളോടും ചോദിക്കുന്നുണ്ട്. ശിഷ്യരുടെ കൈവശമുണ്ടായിരുന്ന 7 അപ്പം അവർ സമർപ്പിച്ചപ്പോൾ അത് 4000 ആളുകളെ പോഷിപ്പിച്ചു. ഈ നോമ്പിൻ്റെ പുണ്യപ്പെട്ട ദിവസത്തിൽ കർത്താവിൻ്റെ കൃപയിലും കരുണയിലും വിശ്വസിച്ച് നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും സമർപ്പിക്കാം. എല്ലാം പൂർണ്ണമാക്കുന്ന ദൈവം നമ്മയും പരിപൂർണരാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.